എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ഈ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തെ ആസ്പദമാക്കി ഹിന്ദിയിൽ കത്ത് എപ്രകാരം എഴുതാം എന്നതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. പൊതുപരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ക്ലാസ് വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകളും നടത്തേണ്ടതാണ്. കുട്ടികളെ, ഹിന്ദി മിത്രം എന്ന ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. प्यारे बच्चों, जैसा कि मैंने पहले ही बताया था कि आज के क्लास में हम चर्चा करेंगे कि हिंदी में एक पत्र कैसे तैयार करें. അപ്പോൾ നാം അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹിന്ദിയിൽ ഒരു കത്ത് എപ്രകാരം തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. സാധാരണത परीक्षा में बीरबखूटी कहानी के आधार पर बेला या शाहिल का पत्र लिखने के लिए सवाल आने की संभावना है. അപ്പോൾ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ബീർബഖൂട്ടി എന്ന കഥയെ ആസ്പദമാക്കി ബേലയുടെയോ അല്ലെങ്കിൽ സാഹിലിന്റെയോ കത്ത് എഴുതുന്നതിനുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. या അല്ലെങ്കിൽ आयाम कलाम के बहाने नामक फिल्मी लेख के आधार पर मोरपाल या मिहिर का पत्र लिखने के लिए प्रश्न पूछ सकते हैं. അയാം കലാം എന്ന സിനിമാ ലേഖനത്തെ ആസ്പദമാക്കി മോർപാലിന്റെയോ അല്ലെങ്കിൽ മിഹിറിന്റെയോ കത്തെഴുതുന്നതിനുള്ള ചോദ്യവും വരാൻ സാധ്യതയുണ്ട്. या അല്ലെങ്കിൽ सबसे बड़ा शोमेन नामक पाठ के आधार पर चार्ली की मां का पत्र लिखने के लिए प्रश्न पूछने की संभावना है. അപ്പോൾ सबसे बड़ा शोमेन എന്ന പാഠത്തെ ആസ്പദമാക്കി ചാർലി ചാപ്ലിന്റെ അമ്മയുടെ ഒരു കത്ത്, തന്റെ കൂട്ടുകാരിക്ക് എഴുതുന്ന ഒരു കത്ത് തയ്യാറാക്കുന്നതിന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാവുന്നതാണ്. देखिए बच्चों, परीक्षा में पत्र लेखन के लिए 4 अंक मिलेंगे. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ഒരു കത്ത് എഴുതുവാൻ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ആ കത്തിന് 4 മാർക്കാണ് നമുക്ക് കിട്ടുക. यदि परीक्षा में पूरा का पूरा अंक प्राप्त करना है तो അപ്പോൾ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കണമെങ്കിൽ हमें एक जानकारी होना बहुत जरूरी है कि एक पत्र लिखते समय किन किन बातों पर ध्यान देना है. അപ്പോൾ പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും ലഭ്യമാകണമെങ്കിൽ ഒരു കത്ത് എഴുതുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. हाँ, परीक्षा में एक पत्र यानी एक फ्रेंडली लेटर लिखते समय हमें मुख्यतः 5 बातों पर ध्यान देना है. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ഫ്രണ്ട്ലി ലെറ്റർ ഹിന്ദിയിൽ തയ്യാറാക്കുമ്പോൾ നാം അവിടെ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. पहली बात तो यह है कि पत्र में दाईं ओर लिखने वाले का स्थान और पत्र लिखे हुए तारीख की सूचना देना अनिवार्य है. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കത്ത് എഴുതുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതുന്ന സമയത്ത് പേപ്പറിന്റെ വലതുഭാഗത്തായിട്ട് കത്ത് എഴുതുന്നയാളിന്റെ സ്ഥലം, അതോടൊപ്പം തന്നെ കത്ത് എഴുതുന്ന തീയതി, ഇത് രണ്ടും സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ്. दूसरी बात एक है कि एक पत्र में संबोधन लिखने की जरूरत है. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കത്തിൽ നാം അഭിസംബോധന രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സ്ഥലവും തീയതിയും രേഖപ്പെടുത്തിയതിനു ശേഷം കത്തിൽ നാം അഭിസംബോധന രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ജയ്സെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രിയ മിത്ര യാ പ്രിയ ദോസ്ത്, പ്രിയപ്പെട്ട സുഹൃത്തെ എന്നോ, പ്രിയ ബേല യാ പ്രിയ സാഹിൽ, പ്രിയപ്പെട്ട ബേലയ്ക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സാഹിലിന്, അല്ലെങ്കിൽ നാം ആർക്കാണോ കത്തെഴുതുന്നത് അയാളുടെ പേര് ചേർത്തിട്ട് നമുക്ക് ഇത്തരത്തിൽ ഒരു അഭിസംബോധന കൊടുക്കാവുന്നതാണ്. और फिर पत्र का कलेवर लिखना है. അപ്പോൾ അതിനുശേഷം മൂന്നാമതായിട്ട്
ആ കത്തിന്റെ ഒരു ബോഡിയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉള്ളടക്കമാണ് നാം എഴുതേണ്ടത്. पत्र के कलेवर में एक शुरुआत, मुख्य विषय का उल्लेख और समाप्ति भी होना है. ഇപ്പൊ കത്തിന്റെ ആ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ ബോഡി തയ്യാറാക്കുന്ന സമയത്ത് അതിനൊരു തുടക്കം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മുഖ്യ വിഷയിക്ക ഉല്ലേഖ്, പ്രധാന വിഷയത്തെ കുറിച്ചുള്ള പരാമർശം അതിലുണ്ടാവണം. അത് സമാപ്തി ഫി ഹോനാഹെ, അപ്പൊ അതിനുശേഷം ആ ഉള്ളടക്കത്തിന്റെ ഒരു കൺക്ലൂഷനും അവിടെ ഉണ്ടാവണം. देखिए यहाँ पत्र के कलेवर के शुरुआत में, അപ്പൊ ഒരു കത്ത് എഴുതുമ്പോൾ അതിന്റെ ഉള്ളടക്കത്തിന്റെ ആരംഭത്തിൽ ഹാൽചാൽ പൂച്ഛന, പ്രണാം കഹന ആദി കാ അവസർ ഹെ. അപ്പൊ ആർക്കാണോ നാം കത്തെഴുതുന്നത് അവരുടെ സ്ഥിതിഗതികൾ ചോദിച്ചറിയുക അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ അന്വേഷിക്കുക, പ്രണാം കഹന അവർക്ക് അഭിവാദ്യം അർപ്പിക്കുക തുടങ്ങിയതിനുള്ള അവസരം അവിടെയുണ്ട്. ഉസ്കെ ബാദ് മുഖ്യ വിഷയ കാ ഉല്ലേഖ് ഹോനാ ഹെ. അപ്പൊ അതിനുശേഷം പ്രധാന വിഷയം, ആ കത്തിലൂടെ നാം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആ പ്രധാന വിഷയത്തെ കുറിച്ച് പരാമർശിക്കേണ്ടതുണ്ട്. और अंत में पत्र के कलेवर की समाप्ति भी होना है. അപ്പൊ അവസാനം ആ കത്തിന്റെ ഉള്ളടക്കത്തിന് ഒരു കൺക്ലൂഷൻ കൂടെ ഉണ്ടാവണം. वहां कंक्लूशन के रूप में हम लिख सकते हैं कि सबको मेरा प्रणाम. അവിടെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ് ഏവർക്കും എൻ്റെ നമസ്കാരം അല്ലെങ്കിൽ എൻ്റെ സ്നേഹാന്വേഷണം എന്നോ. പത്ര ലിഖന ന ഭൂൽന, പ്രിയ സുഹൃത്തെ നീ എനിക്ക് കത്തയക്കാൻ മറക്കരുത് എന്നോ. ജവാബ് കി പ്രതീക്ഷാമേ, നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് എന്നോ ഉള്ള വാക്യാംശങ്ങൾ നമുക്ക് അവിടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. चौथी बात एक है कि एक पत्र के कलेवर के बाद स्वनिर्देश लिखना है. അപ്പൊ നാലാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ കത്തെഴുതുമ്പോൾ ആ കത്തിന്റെ ഉള്ളടക്കം എഴുതിയതിനു ശേഷം വലതുഭാഗത്തായിട്ട് സ്വനിർദ്ദേശ് ലിഖന ഹെ. അപ്പൊ കത്ത് എഴുതുന്നയാളിനെ അവിടെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആരാണ് കത്ത് എഴുതിയിട്ടുള്ളത് എന്നത് അവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ജയ്സെ ഉദാഹരണമായിട്ട് തുമാരാ മിത്ര സാഹിൽ, നിന്റെ പ്രിയ സുഹൃത്ത് സാഹിൽ എന്നോ. തുമാരി സഹേലി ബേല, നിന്റെ പ്രിയ കൂട്ടുകാരി ബേല എന്നോ. അല്ലെങ്കിൽ തുമാര അപ്പന എന്നെഴുതിയിട്ട് കത്തെഴുതുന്നയാളിന്റെ പേര് അവിടെ ചേർക്കാവുന്നതാണ്. അവർ നാം കെ സാത്ത് സാത്ത് ഹസ്താക്ഷർ ഡാൽനാ കെ തോ ഡാൽ സക്തേ ഹെ. അപ്പൊ ആ പേരിനൊപ്പം വേണമെങ്കിൽ ഒപ്പം കൂടെ ചേർക്കാവുന്നതാണ്. और अंत में पत्र पाने वाले के पता की सूचना भी दे सकते हैं. അപ്പൊ അവസാനമായിട്ട് ആ കത്ത് ആർക്കാണോ കിട്ടേണ്ടത് അയാളുടെ അഡ്രസ്സും കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പൊ സാധാരണയായിട്ട് നാം ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതുന്ന സമയത്ത് ഇത്തരത്തിൽ കത്തിന്റെ അവസാനം കത്ത് ലഭ്യമാകേണ്ടുന്ന ആളിന്റെ ആ അഡ്രസ്സ് അല്ലെങ്കിൽ ടു അഡ്രസ്സ് നാം രേഖപ്പെടുത്താറില്ല. അത് സാധാരണയായി കത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കവറിന് പുറത്താണ് നാം രേഖപ്പെടുത്താറുള്ളത്. എന്നാൽ പരീക്ഷയ്ക്ക് ഇത്തരത്തിലൊരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ കത്തിന്റെ അവസാനം, അതായത് സ്വനിർദ്ദേശമൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം കത്തെഴുതുന്നയാളുടെ പേരും ഒപ്പുമെല്ലാം ഇട്ടതിന് ശേഷം കത്തിന്റെ അവസാനത്തിൽ ഇടതുഭാഗത്തായിട്ട് ടു അഡ്രസ് കൂടെ സേവാമേം എന്നെഴുതിയിട്ട് കത്ത് ലഭ്യമാകേണ്ടുന്ന ആളിന്റെ പേരും വിലാസവും അവിടെ ചേർക്കാവുന്നതാണ്. तो देखिए बच्चों, परीक्षा में पत्र लेखन के लिए सवाल तो शायद इस प्रकार होंगे. ഇപ്പൊ പരീക്ഷയ്ക്ക് കത്തെഴുതുന്നതിന് ചോദ്യം ഒരുപക്ഷെ ഇപ്രകാരം വരാൻ സാധ്യതയുണ്ട്. मान ले साहिल अजमेर से बेला के नाम पत्र लिखता है, साहिल का संभावित पत्र लिखे. സാഹിൽ അജ്മീറിൽ നിന്ന് തന്റെ കൂട്ടുകാരിയായ ബേലയുടെ പേരിൽ ഒരു കത്ത് എഴുതുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ സാഹിലിന്റെ ആ കത്ത് എപ്രകാരമായിരിക്കും? സാഹിൽ എഴുതാൻ സാധ്യതയുള്ള ആ കത്ത് അജ്മീറിലെ ആ പുതിയ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് സാഹിൽ എഴുതുന്ന ആ കത്ത് ഒന്ന് സങ്കല്പിച്ചെഴുതുക എന്ന തരത്തിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. तो हम ये पत्र किस प्रकार लिखेंगे? അങ്ങനെയെങ്കിൽ ഈ കത്ത് നാം എങ്ങനെയാണ് എഴുതുക? देखिए यहाँ हमें पहले दाएं और लिखने वाले का स्थान और पत्र लिखे हुए तारीख की सूचना देना है. അപ്പൊ ഇവിടെ ഈ കത്തിൽ നമുക്ക് ആദ്യം വലതുഭാഗത്തായിട്ട്, കടലാസിന്റെ വലതുഭാഗത്തായിട്ട് ലിഖ്നെ വാലെ കാ സ്ഥാൻ, ഈ കത്ത് എഴുതിയ ആളിന്റെ സ്ഥലവും അതോടൊപ്പം തന്നെ പത്ര ലിഖേ ഹുയെ താരീഖി സൂചന ദേനാ ഹെ, ആ കത്ത് എഴുതിയ തീയതിയും സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ്. യഹാ ഹം ലിഖ് സക്തേ ഹൈ അജ്മേർ
25 ജൂൺ 1982. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാൻ കഴിയും അജ്മീർ എന്ന സ്ഥലത്തിന്റെ പേര് രേഖപ്പെടുത്തിയതിനു ശേഷം. അപ്പൊ സാഹിൽ ഇപ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന അജ്മീർ എന്ന സ്ഥലത്തിന്റെ പേര് രേഖപ്പെടുത്തിയതിനു ശേഷം കത്ത് എഴുതുന്ന തീയതിയായിട്ട് ഇവിടെ 25 ജൂൺ 1982 എന്നാണ് എഴുതിയിരിക്കുന്നത്. 1982 ജൂൺ മാസം 25 എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇത്തരത്തിലൊരു ഡേറ്റ് തന്നെ നമ്മൾ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഈ കഥ നടക്കുന്നത് 1981, 82 കാലഘട്ടത്തായതുകൊണ്ടാണ് അത്തരത്തിലൊരു ഡേറ്റ് ഞാനിവിടെ വെച്ചത്. അപ്പൊ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് ചോദ്യത്തിൽ ഒരു ഡേറ്റ് തരാത്തിടത്തോളം നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് അവിടെ വെച്ചാൽ മതി. അത് കൃത്യമായ ഡേറ്റ് തന്നെ ആവണമെന്നില്ല. അപ്പൊ സ്ഥലത്തിന്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ എഴുതുക. അതിനുശേഷം നാം ഒരു ഡേറ്റ് സങ്കല്പിച്ച് അവിടെ എഴുതിയാൽ മതി. അപ്പൊ അതൊരു പക്ഷേ അവിടുത്തെ ഡേറ്റ് തെറ്റിപ്പോയെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു ഡേറ്റ് ആണ് നമ്മൾ വെച്ചത് എന്ന് വെച്ച് പരീക്ഷയ്ക്ക് അതിന്റെ പേരിൽ മാർക്ക് കുറയത്തൊന്നുമില്ല. यदि सवाल में स्थान की सूचना नहीं है तो हम वहां स्थान मात्र लिख सकते हैं. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യത്തിൽ കത്തെഴുതുന്നയാളുടെ സ്ഥലം പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടില്ല എങ്കിൽ, അപ്പൊ നമുക്കത് വ്യക്തമായി ധാരണയില്ല എങ്കിൽ നമ്മളവിടെ സ്ഥലം എഴുതണമെന്നില്ല, സ്ഥാൻ എന്ന് തന്നെ അവിടെ എഴുതി വെച്ചാലും മതി. ഉസ്കെ ബാദ് ഹമേ സംബോധൻ ലിഖ്നാ ഹെ. അപ്പൊ കത്തില് പ്ലേസും കത്തെഴുതുന്നയാളുടെ സ്ഥലവും അതുപോലെ തന്നെ കത്തെഴുതിയ ഡേറ്റും വെച്ചു കഴിഞ്ഞാൽ നാം പിന്നെ എന്താണ് എഴുതേണ്ടത്? സംബോധനയാണ്, അഭിസംബോധനയാണ് എഴുതേണ്ടത്. സംബോധൻ കെ രൂപ മേ ഹം ലിഖ് സക്തേ ഹെ. ഇപ്പൊ ഇവിടെ അഭിസംബോധനയായിട്ട് നമുക്കിവിടെ എഴുതാൻ കഴിയുന്നത് പ്രിയ ബേല എന്ന് എഴുതാവുന്നതാണ്. പ്രിയപ്പെട്ട ബേലയ്ക്ക്. അപ്പൊ സാഹിലാണ് കത്തെഴുതുന്നത്, അതുകൊണ്ട് നമുക്കവിടെ പ്രിയ ബേല എന്ന് രേഖപ്പെടുത്താവുന്നതാണ്. ഇസ്കെ ബാദ് ഹമേ പത്രിക കലേബർ ലിഖ്നാ ഹെ. അപ്പൊ അതിനുശേഷം സംബോധന രേഖപ്പെടുത്തിയതിനു ശേഷം ഹമേ പത്രിക കലേബർ ലിഖ്നാ ഹെ. നാം ആ കത്തിന്റെ ഉള്ളടക്കമാണ് അല്ലെങ്കിൽ അതിന്റെ ബോഡിയാണ് അടുത്ത് എഴുതേണ്ടത്. കലേബർ കി ശുരുവാത് മേ ഹമേ ഹാൽചാൽ പൂച്ച്നാ ഹെ. ആ കത്തിന്റെ ഉള്ളടക്കത്തിന്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ നാം ആർക്കാണോ കത്തെഴുതുന്നത് അവരുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതിഗതികളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിക്കാവുന്നതാണ്. യഹാ ഹം ലിഖ് സക്തേ ഹെ. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം തും കേസി ഹോ, നിനക്ക് സുഖമാണോ? ഘർ മേ സബ് കേസേ ഹെ, വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മേ ഹാ ഠീക് ഹൂ, ഞാനിവിടെ സുഖമായിരിക്കുന്നു. കൈ ദിനോം സേ സോച്ച് രഹാ ഹൂം കി തുമേ ഏക് പത്ര ലിഖൂ. കുറെ നാളായി നിനക്കൊരു കത്തെഴുതണമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ലേക്കിൻ അബ്കി സമയമില്ല ഹെ, എന്നാൽ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. ഇത്തരത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ അവിടെ ആ കത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കത്തിന്റെ ആരംഭത്തിൽ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. और उसके बाद विषय का उल्लेख होना है. ഇനി നാം ആ കത്തിന്റെ മുഖ്യ വിഷയം എന്താണോ അത് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ സാഹിലിന്റെ ഈ കത്തിൽ അവൻ തന്റേതായിട്ടുള്ള ആ പുതിയ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അവിടെ പങ്കുവെക്കുകയാണ്. മേരാ നയാ സ്കൂൾ ബഹുത് അച്ഛാ ഹെ. ബേല, എന്റെ ഈ പുതിയ സ്കൂള് വളരെ നല്ലതാണ്. ये तो बहुत बड़ा स्कूल है. ഇത് വളരെ വലിയ സ്കൂളാണ്. यहाँ एक बड़ा मैदान और सुंदर बगीचा है. ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടും और सुंदर बगीचा है, മനോഹരമായ ഒരു പൂന്തോട്ടവും ഉണ്ട്. यहाँ कई अध्यापक हैं. ഇവിടെ ഒത്തിരി അധ്യാപകരുണ്ട്. पर मास्टर सुरेंद्र जी जैसा कोई अध्यापक नहीं. എന്നാൽ അപ്പൊ നമ്മുടെ ആ പഴയ സ്കൂളിലെ ഗണിതാധ്യാപകനായ സുരേന്ദ്രജിയെ പോലുള്ള ഒരു അധ്യാപകൻ ഇവിടെ ഇല്ല. യഹാ മുച്ചേ കുച്ച് നയേ മിത്ര മിലേ. എനിക്കിവിടെ കുറച്ച് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടി. ലേക്കിൻ തുമാരാ ജൈസ കോയി മിത്ര നഹി മില. എന്നാൽ നിന്നെ പോലെ ഒരു നല്ല സുഹൃത്തിനെ എനിക്ക് കിട്ടിയില്ല. ഫുലേരാക്കെ ഹമാരെ പുരാനെ സ്കൂൾ കി യാദേം അഭി മേരെ മൻ മേ ആത്തി രഹതി ഹെ. ഫുലേരയിലെ നമ്മുടെ ആ പഴയ സ്കൂളിലെ ഓർമ്മകൾ അഭി മേരെ മൻ മേ ആത്തി രഹതി ഹെ, ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ജൈസെ സാത്ത് സാത്ത് ബൈഠന, പഠന, ബീർബഖൂട്ടിയാം ഖോജന, ഖേൽന ആദി. നാം ഒരുമിച്ച് ക്ലാസ് മുറിയിൽ ഇരുന്നതും പഠിച്ചതും അതുപോലെ തന്നെ ബീർബഖൂട്ടികളെ അന്വേഷിച്ചതും കളിച്ചതും ഒക്കെയും ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. തുമാരി പഠായി അബ് കേസി ചൽ രഹി ഹെ. നീ ഇപ്പോ നന്നായി പഠിക്കുന്നുണ്ടോ? തുമാരാ നയാ സ്കൂൾ കേസാ ഹെ. നിന്റെ പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്? ക്യാ തുമേ നയേ ദോസ്ത് മിലേ. നിനക്കവിടെ പുതിയ സുഹൃത്തുക്കളെയൊക്കെ കിട്ടിയോ? വഹാ ഓർ ക്യാ ഖബർ ഹെ. അവിടെ വേറെ എന്തൊക്കെ വിശേഷങ്ങളാ ഉള്ളത്?
कुछ न कुछ लिखा करो यार. അവിടുത്തെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതൂ ബേല. അപ്പൊ ഇവിടെ യാർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും സ്നേഹത്തോട് സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പ്രത്യേകിച്ചും സുഹൃത്തുക്കളെയൊക്കെ സ്നേഹത്തോട് സംബോധന ചെയ്യാൻ യാർ എന്ന് ഉപയോഗിക്കാവുന്നതാണ്. ശേഷ് ബാത്തെ അഖിലെ പത്രമേ. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത കത്തിൽ ഞാൻ നിന്നെ അറിയിക്കാം. അപ്പൊ ഇപ്രകാരം എഴുതിയതിനു ശേഷം और अंत में कलेवर में एक समाप्ति होना है. ഇനി നമുക്ക് ആ കത്തിന്റെ ഉള്ളടക്കത്തിന് ഒരു കൺക്ലൂഷൻ കൂടെ വേണം. ഇപ്പോ ഉദാഹരണമായിട്ട് നമുക്കിവിടെ എഴുതാവുന്നതാണ് മാം ബാപ്കോ മേരാ പ്രണാം. അച്ഛനും അമ്മയും എന്റെ അന്വേഷണം അറിയിക്കുക. ചോട്ടെ ഭായിക്കോ മേരാ പ്യാർ. അനുജന് എന്റെ സ്നേഹാന്വേഷണം അറിയിക്കുക. ജവാബ് की प्रतीक्षा में മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഇസ് പ്രകാർ एक കൺക്ലൂഷൻ लिखने के बाद. അപ്പൊ ഇപ്രകാരം ആ കത്തിന് ഒരു കൺക്ലൂഷൻ എഴുതിയതിനു ശേഷം ആ കത്തിന്റെ അവസാനം ഹമേ സ്വനിർദ്ദേശ് ലിഖ്ന ഹെ. ആ കത്ത് എഴുതുന്നയാള് സ്വയം പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ജയ്സെ ഇപ്പൊ ഉദാഹരണമായിട്ട് തുമാര മിത്ര സാഹിൽ എന്ന് അവിടെ അവസാനമായിട്ട് വലതുഭാഗത്തായി എഴുതാവുന്നതാണ്. അവരുടെ നാം കെ സാത്ത് ഹസ്താക്ഷർ ഡാൽന ഹെ തോ ഹസ്താക്ഷർ ഫി ഡാൽ സക്തേ ഹെ. അപ്പൊ ആ പേരിനോടൊപ്പം വേണമെങ്കിൽ ഒപ്പും ഇടാവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ഒപ്പിടുന്നതിന് പകരമായി പേരിന് മുകളിലായി ഹസ്താക്ഷർ എന്ന് എഴുതി വെച്ചാലും മതിയാകും. और अंत में हम പത്ര പാനെ വാലെ की सूचना भी दे सकते हैं. അപ്പൊ അതിന്റെ അവസാനമായിട്ട് നമുക്ക് പത്ര പാനെ വാലെ की सूचना भी दे सकते हैं. ആർക്കാണോ ഈ കത്ത് ലഭ്യമാകേണ്ടുന്നത് അയാളുടെ അഡ്രസ് കൂടെ വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഇപ്പൊ ജയ്സെ ഉദാഹരണമായിട്ട് സേവാമേ അതായത് ടു എന്ന് എഴുതിയിട്ട് ബേല എന്ന പേരും ഒപ്പം തൊട്ടു താഴെയായി പദ എന്ന് വെച്ചാൽ അഡ്രസ് എന്ന അർത്ഥം. ബേലയുടെ അഡ്രസ്സും ഫുലേരയിലെ അഡ്രസ്സും അവിടെ എഴുതാവുന്നതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് നമുക്ക് വ്യക്തമായിട്ട് അങ്ങനെ അഡ്രസ് ഒന്നും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാവുന്നതാണ്? ബേല എന്ന് എഴുതിയിട്ട് പദ എന്ന് മാത്രം അവിടെ എഴുതിയാൽ മതിയാവും. देखिए बच्चों इस प्रकार हम साहिल का पत्र लिख सकते हैं. അപ്പൊ ഇപ്രകാരം നമുക്ക് സാഹിലിന്റെ കത്ത് തയ്യാറാക്കാവുന്നതാണ്. देखिए बच्चों यदि परीक्षा में साहिल के नाम बेला का पत्र लिखने के लिए प्रश्न पूछेंगे तो उसका उत्तर लिखना बहुत आसान है. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് സാഹിലിന്റെ പേർക്ക് ബേല എഴുതുന്ന കത്താണ് ചോദിക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരം എഴുതാൻ വളരെ എളുപ്പമാണ്. देखिए प्रश्न तो शायद इस प्रकार होंगे. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ അത് ഇപ്രകാരമായിരിക്കും. मान ले बेला फुलेरा से साहिल के नाम एक पत्र लिखती है तो बेला का संभावित पत्र लिखे. അപ്പൊ ബേല ഫുലേരയിൽ നിന്ന് അല്ലെങ്കിൽ ഫുലേരയിലെ തന്റെ ആ സ്കൂളിലെ പുതിയ സ്കൂളിലെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സാഹിലിന്റെ പേരിൽ ഒരു കത്ത് എഴുതുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ കത്ത് ഒന്ന് ഇമാജിൻ ചെയ്ത് എഴുതുക. ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കാവുന്നതാണ്. देखिए यहाँ बेला का पत्र लिखना बहुत आसान है. നേരത്തെ സൂചിപ്പിച്ചതാണ് ഇവിടെ ബേലയുടെ ആ കത്ത് എഴുതുക വളരെ എളുപ്പമാണ്. കാരണം സാഹിലിന്റെ ഒരു കത്ത് നാം അല്പം മുമ്പ് പരിചയപ്പെട്ടതാണ്. उसी पत्र में थोड़ा बदलाव के साथ हम बेला का पत्र तैयार कर सकते हैं. അപ്പൊ സാഹിലിന്റെ ആ കത്തിൽ നാം അല്പം മുമ്പ് പഠിച്ച സാഹിലിന്റെ ആ കത്തിൽ ഒരല്പം മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ബേലയുടെ കത്താക്കി മാറ്റാവുന്നതാണ്. देखिए यहाँ हम स्थान और तारीख इस प्रकार लिख सकते हैं कि അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥലവും അതുപോലെ തന്നെ ഡേറ്റും ഇപ്രകാരം എഴുതാവുന്നതാണ്. ഫുലേര 30 ജൂൺ 1982. അപ്പൊ ബേലയുടെ സ്ഥലമായ ഫുലേര എന്ന് രേഖപ്പെടുത്തിയിട്ട് ഡേറ്റ് കൂടെ തൊട്ട് താഴെ എഴുതാവുന്നതാണ്. 1982 ജൂൺ മാസം 30. और आगे हमें संबोधन लिखना है. അപ്പൊ ഇനി നാം ആ കത്തില് ഒരു സംബോധനയാണ് എഴുതേണ്ടത്. ബേല സാഹിലിനെ സംബോധന ചെയ്യുന്നതാണ്. യഹാ സംബോധൻ കെ രൂപ में हम लिख सकते हैं. ഇപ്പൊ ഇവിടെ ഒരു അഭിസംബോധനയായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. പ്രിയ സാഹിൽ, പ്രിയപ്പെട്ട സാഹിൽ എന്ന് എഴുതാവുന്നതാണ്. इसके बाद हमें पत्र का कलेवर लिखना है. അപ്പൊ ഇതിനു ശേഷം നാം ആ കത്തിന്റെ ബോഡിയാണ് എഴുതേണ്ടത്. അതായത് ആ കത്തിന്റെ ഉള്ളടക്കമാണ് രേഖപ്പെടുത്തേണ്ടത്. कलेवर की शुरुआत में साहिल के पत्र में हमने जो कुछ लिखा है ठीक उसी प्रकार बेला के पत्र में भी लिख सकते हैं. അപ്പൊ ഈ കത്തിന്റെ ആ ഉള്ളടക്കത്തിന്റെ ആരംഭത്തിൽ നാം സാഹിലിന്റെ കത്തിൽ എപ്രകാരമാണോ എഴുതിയത് അതേ സെന്റൻസുകൾ തന്നെ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് തും കേസേ ഹോ, നിനക്ക് സുഖമാണോ? ഘർ മേ സബ് കേസേ ഹെ, വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു.
मैं यहाँ ठीक हूँ. ഞാനിവിടെ സുഖമായിരിക്കുന്നു. कई दिनों से सोच रही हूँ कि तुम्हें एक पत्र लिखूं. ഒത്തിരി നാളായി നിനക്കൊരു കത്ത് എഴുതണമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ലേക്കിൻ അഭി സമയമില്ല ഹെ. എന്നാൽ ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഇപ്രകാരം നമുക്കവിടെ എഴുതാവുന്നതാണ്. ഇവിടെ ആകെ മാറ്റം വന്നത് ആ സെന്റൻസിന്റെ ആ വ്യാകരണ ഭാഗത്താണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ കത്തിൽ നാം തും കേസി ഹോ എന്ന് പറഞ്ഞെടുത്ത് കേസെ എന്നായി. അതുപോലെ തന്നെ കൈ ദിനോം സെ സോച്ച് രഹാഹും എന്ന് പറഞ്ഞെടുത്ത് സോച്ച് രഹീഹും എന്നായി. അപ്പൊ ആ രണ്ട് ചെറിയ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെയും ആ കഴിഞ്ഞ കത്തിലുള്ളത് തന്നെയാണ് ഇവിടെയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആഗേഹം മുഖ്യ വിഷയക്ക് സൂചന ദേ സക്തേ ഹെ. പിന്നെ നമുക്ക് ആ കത്തിന്റെ പ്രധാന വിഷയം സൂചിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ പ്രധാന വിഷയമായിട്ട് സാഹിലിന്റെ കത്തിൽ നാം എഴുതിയത് തന്നെ യാതൊരു മാറ്റവും കൂടാതെ ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. നോക്കുക, മേരാ നയാ സ്കൂൾ ബഹുത് അച്ഛാ ഹെ. എന്റെ പുതിയ സ്കൂൾ വളരെ നല്ലതാണ്. ഇത് ബഹുത് ബഡാ സ്കൂൾ ഹെ. ഇത് വളരെ വലിയൊരു സ്കൂളാണ്. യഹാ एक बहुत बड़ा मैदान और सुंदर बगीचा है. ഈ സ്കൂളിൽ വലിയൊരു ഗ്രൗണ്ടും അതുപോലെ തന്നെ മനോഹരമായ ഒരു പൂന്തോട്ടവും ഉണ്ട്. യഹാ കൈ അധ്യാപകർ ഹെ. ഇവിടെ ഒത്തിരി അധ്യാപകരുണ്ട്. ലേക്കിൻ സുരേന്ദ്രജി ജൈസ കോയി അധ്യാപക് യഹാ നഹി. എന്നാൽ നമ്മുടെ പഴയ സ്കൂളിലെ ഗണിതാധ്യാപകനായ സുരേന്ദ്രജിയെ പോലൊരു അധ്യാപകൻ ഇവിടെ ഇല്ല. യഹാ മുझे कुछ नए मित्र मिले. ഇവിടെ എനിക്ക് കുറച്ച് പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ലേക്കിൻ തുമാരാ ജൈസ കോയി മിത്ര നഹി മില. എന്നാൽ നിന്നെ പോലെ ഒരു നല്ല സുഹൃത്തിനെ എനിക്ക് വേറെ കിട്ടിയില്ല. ഫുലേന കെ ഹമാരെ പുരാനെ സ്കൂൾ കി യാദേ അബ്ഫി മേരെ മൻ മേ ആത്തി രഹതി ഹെ. ഫുലേനയിലെ നമ്മുടെ ആ പഴയ സ്കൂളിലെ പഴയ ആ LP സ്കൂളിലെ ഓർമ്മകൾ അബ്ഫി മേരെ മൻ മേ ആത്തി രഹതി ഹെ. ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ജൈസെ സാത്ത് സാത്ത് ബൈഠന പഠന ബീർബഖൂട്ടിയാം ഖോജന ഖേൽന ആദി. നാം ഒരുമിച്ച് ക്ലാസ് മുറിയിൽ ഇരുന്നതും പഠിച്ചതും അതുപോലെ തന്നെ ബീർബഖൂട്ടികളെ അന്വേഷിച്ചതും കളിച്ചതും ഒക്കെയും ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. തുമാരി പഠായി അബ് കേസി ചൽ രഹി ഹെ. സാഹിൽ, നീ ഇപ്പോൾ നന്നായി പഠിക്കുന്നുണ്ടോ? തുമാരാ നയാ സ്കൂൾ കേസാ ഹെ. നിന്റെ പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്? ക്യാ തുമേ നയേ ദോസ്ത് മിലെ. നിനക്കവിടെ പുതിയ സുഹൃത്തുക്കളെ കിട്ടിയോ? വഹാ ഓർ ക്യാ ഖബർ ഹെ. അവിടെ വേറെ എന്തൊക്കെ വിശേഷങ്ങളുണ്ട്? കുച്ച് ന കുച്ച് ലിഖാ കരൂ യാർ. എന്തെങ്കിലുമൊക്കെ എഴുതൂ സാഹിൽ. ശേഷ് ബാത്തേം അഗലേ പത്രമേ. മറ്റു വിശേഷങ്ങളൊക്കെയും അടുത്ത കത്തിൽ ഞാൻ നിന്നെ എഴുതി അറിയിക്കാം. और अंत में पत्र के कलेवर की समाप्ति के रूप में हम लिख सकते हैं. അപ്പോൾ ഈ അവസാനം നമുക്ക് ആ കത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. മാം ബാപ് കോ മേരാ പ്രണാം. അച്ഛനെയും അമ്മയെയും ഞാൻ അന്വേഷിച്ചതായി പറയുക. ചോട്ടെ ഭായിക്കോ മേരാ പ്യാർ. അനുജനോടുള്ള എന്റെ സ്നേഹാന്വേഷണം അറിയിക്കുക. ജവാബ് കി പ്രതീക്ഷാമേ. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഇപ്രകാരം എഴുതിയതിനു ശേഷം ഹമേ സ്വനിർദ്ദേശ് ലിഖ്നാ ഹെ. ആ കത്ത് എഴുതുന്നയാള് സ്വയം പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ജैसे തുമാരി സഹേലി ബേല. നിന്റെ പ്രിയ കൂട്ടുകാരി ബേല എന്ന് നമുക്കവിടെ എഴുതാവുന്നതാണ്. അപ്പൊ ഇവിടെ പേരിനോടൊപ്പം ഒപ്പ് രേഖപ്പെടുത്തണമെങ്കിൽ അതും കൂടെ രേഖപ്പെടുത്താവുന്നതാണ്. പേരിന് തൊട്ടു മുകളിലായിട്ടാണ് ഒപ്പ് രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ നാം പരീക്ഷയ്ക്ക് ഒപ്പ് രേഖപ്പെടുത്തുന്നതിന് പകരം ഹസ്താക്ഷർ എന്ന് എഴുതിയാലും മതിയാകും. और अंत में हमें पत्र पाने वाले की सूचना भी दे सकते हैं. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എഴുതി പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് അവസാനം ആ മാർജിനോട് ചേർന്ന് താഴെയായിട്ട് നമുക്ക് കത്ത് ആർക്കാണോ ലഭ്യമാകേണ്ടത് അയാളെ കുറിച്ചുള്ള സൂചന കൂടെ അവിടെ നൽകാവുന്നതാണ്. അതായത് കത്ത് ലഭ്യമാകേണ്ടുന്ന ആളുടെ അഡ്രസ് കൂടെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ സാധാരണ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ സാധാരണയായിട്ട് കത്ത് എഴുതി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കവറിന് പുറത്താണ് നാം കത്ത് ലഭ്യമാകേണ്ടുന്ന ആളിന്റെ അഡ്രസ് എഴുതാറുള്ളത്. പരീക്ഷയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ആ കത്തിന് അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർജിനോട് ചേർന്ന് സേവാമേ, അതായത് ടു എന്ന് രേഖപ്പെടുത്തിയിട്ട് സാഹിൽ എന്ന് എഴുതിയിട്ട് തൊട്ടു താഴെയായിട്ട് പദ എന്ന് എഴുതാവുന്നതാണ്. പദ എന്ന് പറഞ്ഞാൽ അഡ്രസ് എന്നാണ് അർത്ഥം. देखिए इस प्रकार हम साहिल का पत्र आसानी से बेला के पत्र के रूप में बदल सकते हैं. അപ്പൊ ഇപ്രകാരം നമുക്ക് വളരെ എളുപ്പത്തിൽ സാഹിലിന്റെ കത്തിനെ ബേലയുടെ കത്തായിട്ട് മാറ്റാവുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കത്ത് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ രണ്ടാമത്തെ കത്തിലേക്ക് അതിനെ മാറ്റുന്നതിന് വളരെ എളുപ്പമാണ്. देखिए बच्चों, इस प्रकार हम आयाम कलाम के बहाने नामक फिल्मी लेख के आधार पर मिहिर या मोरपाल का पत्र भी आसानी से लिख सकते हैं. അപ്പോൾ ഇവിടെ സാഹിലിന്റെയും
ബേലയുടെയും ഒക്കെ കത്ത് തയ്യാറാക്കിയതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ അയാം കലാം കെ ബഹാനെ എന്ന സിനിമാ ലേഖനത്തെ ആസ്പദമാക്കി മിഹിറിന്റെയോ അല്ലെങ്കിൽ മോർപാലിന്റെയോ ഒക്കെ കത്ത് തയ്യാറാക്കാവുന്നതാണ്. പരീക്ഷ മേ സവാൽ തോ ഷായത് ഇസ് പ്രകാർ ഹോംഗെ. ഇപ്പൊ പരീക്ഷയ്ക്ക് അയാം കലാം കെ ബഹാനെ എന്ന സിനിമാ ലേഖനത്തിൽ നിന്ന് ഒരു കത്തെഴുതുന്നതിന് വേണ്ടിയുള്ള ചോദ്യം വരികയാണെങ്കിൽ അത് ഇപ്രകാരമായിരിക്കും. മോർപാൽ കാ സ്കൂൾ 8വീं के बाद छुड़वा दिया जाता है. അപ്പൊ മിഹിറിന്റെ സുഹൃത്തായ മോർപാലിന്റെ സ്കൂൾ വിദ്യാഭ്യാസം 8ാം ക്ലാസ്സിന് ശേഷം അവസാനിപ്പിക്കുകയാണ്. तो मिहिर उदयपुर से मोरपाल के नाम एक पत्र लिखता है. അപ്പോ മിഹിർ തന്റെ സുഹൃത്തായ മോർപാലിന് ഉദയപൂരിൽ നിന്ന് ഒരു കത്ത് എഴുതുകയാണ്. മിഹിർ കാ സംഭാവിത് പത്ര ലിഖെ. അപ്പൊ മിഹിർ തന്റെ സുഹൃത്തിന് എഴുതാനിടയുള്ള ആ കത്ത് ഒന്ന് ഇമാജിൻ ചെയ്ത് എഴുതുക. ഇത്തരത്തിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. तो हम ये पत्र कैसे लिखेंगे? നമുക്ക് എങ്ങനെ ഈ കത്ത് എഴുതാൻ സാധിക്കും? देखिए यहाँ भी हमें पहले दाएं ओर पत्र लिखने वाले का स्थान और पत्र लिखे हुए तारीഖി സൂചന देना है. ഇപ്പൊ ഇവിടെയും ഈ കത്തിലും നമുക്ക് വലതുഭാഗത്തായിട്ട് കത്ത് എഴുതുന്നയാളിന്റെ സ്ഥലവും അതുപോലെ തന്നെ കത്ത് എഴുതിയ ആ ഡേറ്റും കൂടെ സൂചിപ്പിക്കാവുന്നതാണ്. യഹാ ഹം ലിഖ് സക്തേ ഹൈ. ഇപ്പൊ ഇവിടെ നമുക്ക് എഴുതാൻ കഴിയും ഉദയപൂർ 15 ജൂൺ 2000. അപ്പൊ ഇവിടെ നമുക്ക് മിഹിറിന്റെ സ്ഥലമായ ഉദയപൂർ എന്ന പേര് അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. തൊട്ട് താഴെയായി ആ കത്ത് എഴുതുന്ന ഡേറ്റ് കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മിഹിറിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള ആ കത്തായതുകൊണ്ട് ഏതാണ്ട് അതിന് യോജിക്കുന്ന ഒരു ഡേറ്റ് ആണ് ഞാനവിടെ വെച്ചിട്ടുള്ളത്. 15 ജൂൺ 2000 എന്ന്, ജൂൺ 15 2000 എന്ന്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, കത്തില് ഇങ്ങനെ ഡേറ്റ് പ്രത്യേകിച്ച് ചോദ്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ളൊരു ഡേറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ കത്തിൽ നിങ്ങൾ ഇപ്പോഴുള്ള ഒരു ഡേറ്റ് കൊടുത്തിരുന്നാൽ പോലും നമുക്ക് അതിന്റെ പേരിൽ മാർക്ക് കുറയുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഉദയപൂർ എന്നൊരു സ്ഥലത്തിന്റെ പേര് ചോദ്യത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മിഹിറിന്റെ സ്ഥലം നമുക്ക് അറിയാത്തൊരു സാഹചര്യത്തിൽ നമുക്കവിടെ സ്ഥാൻ എന്ന് മാത്രം എഴുതിയാലും മതി. അപ്പോൾ ഇപ്രകാരം നമ്മളൊരു സ്ഥലവും അതുപോലെ തന്നെ ഡേറ്റും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉസ്കെ ബാദ് ഹമേ സംബോധന ലിഖനാ ഹെ. അപ്പൊ അതിനുശേഷം നാം ആ കത്തില് ഒരു സംബോധനയാണ് അല്ലെങ്കിൽ അഭിസംബോധനയാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ ഇവിടെ സംബോധനയായിട്ട് നമുക്ക് പ്രിയ മോർപാൽ എന്ന് എഴുതാവുന്നതാണ്. ഇസ്കെ ബാദ് ഹമേ പത്രിക ഖലേവർ ലിഖനാ ഹെ. അപ്പൊ ഇങ്ങനെ ഒരു സംബോധന രേഖപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ആ കത്തിന്റെ ഉള്ളടക്കം രേഖപ്പെടുത്താവുന്നതാണ്. കലേവർ കി ശുരുവാത്ത് മേ ഹമേ ഹാൽചാൽ പൂച്ഛനാ ഹെ. അപ്പൊ കത്തിന്റെ ആ തുടക്കത്തിൽ നമുക്ക് സ്ഥിതിഗതികളെ കുറിച്ചൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാവുന്നതാണ്. അപ്പൊ കഴിഞ്ഞ കത്തിന്റെ ആരംഭത്തിൽ നാം രേഖപ്പെടുത്തിയ അതേ സെന്റൻസുകൾ തന്നെ ഇവിടെയും നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. തും കേസേ ഹോ, നിനക്ക് സുഖമാണോ? ഘർ മേ സബ് കേസേ ഹെ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? മേഘ ടീഖു, ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു അല്ലെങ്കിൽ എനിക്കിവിടെ സുഖമാണ്. കൈ ദിനോം സേ സോച്ച് രഹാ ഹൂ കി തുമേ ഏക് പത്ര ലിഖൂ, നിനക്കൊരു കത്തെഴുതണമെന്ന് ഏറെ നാളായി ഞാൻ ചിന്തിക്കുകയായിരുന്നു. ലേക്കിൻ അബ്ഹി സമയമില്ല ഹെ, എന്നാൽ ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. ഇസ്കെ ആകെ വിഷയ കാ ഉല്ലേഖ് ഹോനാ ഹെ. അപ്പൊ ഇതിനു ശേഷം നമുക്ക് പ്രധാന വിഷയം സൂചിപ്പിക്കാവുന്നതാണ്. യഹാ ഹം ലിഖ് സക്തേ ഹെ. ഇപ്പൊ ഇവിടെ മുഖ്യ വിഷയമായിട്ട് നമുക്ക് ഇപ്രകാരം എഴുതാം. യാർ 8വീं के बाद तुम स्कूल क्यों नहीं आए? പ്രിയ സുഹൃത്തേ, നീ 8ാം ക്ലാസ്സിന് ശേഷം എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് വരാത്തത്? യഹാ സബ് कहते हैं कि तुम अपने पिताजी की तरह खेत मजदूरी करता है. ഇവിടെ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരൊക്കെയും പറയുന്നത് तुम अपने पिता की तरह खेत मजदूरी करता है, നീയും നിന്റെ അച്ഛനെ പോലെ കൃഷിപ്പണിയൊക്കെ ചെയ്യുകയാണ് എന്നാണ്. क्या ये सच है? ഞാൻ ഈ അറിഞ്ഞതൊക്കെയും ശരിയാണോ? മുझे मालूम है कि तुम्हें स्कूल आना बहुत पसंद है. എനിക്കറിയാം സ്കൂളിൽ വരാൻ നിനക്ക് വലിയ ഇഷ്ടമായിരുന്നുവെന്ന്. तुम्हारे माँ बाप क्या कहते हैं? നിന്റെ അച്ഛനും അമ്മയും എന്താണ് പറയുന്നത്? वे तुम्हें स्कूल नहीं भेज देंगे. അവർ നിന്നെ ഇനി സ്കൂളിലേക്ക് അയക്കില്ലേ? कक्षा में बैठते और खाना खाते समय, ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഹർ ദിൻ തുമാരി യാദേം ആത്തി രഹതി ഹെ, എല്ലാ ദിവസവും നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ക്യാ തുമേ യാദ് ഹെ കി
तुम्हारे हाथ का वो छाछ का डिब्बा मुझे बहुत पसंद था. മോർപാൽ, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കയ്യിലുള്ള ആ മോര് നിറച്ച പാത്രം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നുവെന്ന്? വഹാ ഓർ ക്യാ ഖബർ ഹെ, അവിടെ വേറെ എന്തൊക്കെ വിശേഷങ്ങളാ ഉള്ളത്? കുച്ച് ന കുച്ച് ലിഖാ കരോ യാർ, എന്തെങ്കിലുമൊക്കെ എഴുതൂ മോർപാൽ. ശേഷ് ബാത്തേം അഗലേ പത്രമേ, മറ്റു വിശേഷങ്ങളൊക്കെയും അടുത്ത കത്തിൽ ഞാൻ നിനക്ക് എഴുതാം. അപ്പൊ ഇത്രയും എഴുതിയതിനു ശേഷം അന്തുമേ പത്രിക കലേവർ മേ എക് സമാപ്തി ഭി ഹോനാ ഹെ, ആ കത്തിന്റെ ഉള്ളടക്കത്തിന് ഒരു കൺക്ലൂഷൻ കൂടെ ആവശ്യമാണ്. ഹം ലിഖ് സക്തേ ഹെ, ഇപ്പൊ ഇവിടെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് ഇപ്രകാരം എഴുതാം. മാം ബാപ് കോ മേരാ പ്രണാം, അച്ഛനും അമ്മയെയും ഞാൻ അന്വേഷിച്ചതായി പറയുക. ചോട്ടെ ഭായി കോ മേരാ പ്യാർ, അനുജനെ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കുക. ജവാബ് കി പ്രതീക്ഷ മേ, നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഇസ് പ്രകാർ പത്രിക കലേവർ ലിഖ്നെ കെ ബാദ്, അപ്പൊ ഇത്തരത്തിൽ ആ കത്തിന്റെ ഉള്ളടക്കം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഹമേ സ്വനിർദ്ദേശ് ലിഖ്നാ ഹെ, നാം ആ കത്തില് കത്ത് എഴുതിയ ആളിനെ കുറിച്ച് സൂചിപ്പിക്കാവുന്നതാണ്. ഹം ലിഖ് സക്തേ ഹെ തുമാരാ മിത്ര മിഹിർ, അപ്പൊ ഇവിടെ നിന്റെ സുഹൃത്ത് മിഹിർ എന്ന് നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അപ്പൊ ആ പേരിനോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒപ്പുകൂടെ രേഖപ്പെടുത്താം. മിഹിർ എന്ന പേരിന് തൊട്ടു മുകളിലായിട്ട് മിഹിറിന്റെ ഒപ്പ് രേഖപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ കത്തെഴുതുന്നയാളിന്റെ ഒപ്പ് രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതാണ്, പരീക്ഷയ്ക്ക് നാം അവിടെ ഒപ്പ് രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല, പകരം ഹസ്താക്ഷർ എന്ന് എഴുതിയാലും മതി. और अंत में हम पाने वाले की सूचना भी दे सकते हैं. അപ്പൊ അവസാനമായിട്ട് ആർക്കാണോ കത്ത് ലഭ്യമാകേണ്ടത് ആ വ്യക്തിയുടെ അഡ്രസ് കൂടെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് സേവാമേ 2 എന്ന് എഴുതിയിട്ട് മോർപാൽ എന്ന പേരും ഒപ്പം പദ അഡ്രസ് കൂടെ അവിടെ എഴുതാവുന്നതാണ്. അപ്പൊ നമുക്കിവിടെ അഡ്രസ് വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ പദ എന്ന് മാത്രം എഴുതിയാൽ മതി. देखिए बच्चों, इस प्रकार हम मिहिर का पत्र लिख सकते हैं. ഇപ്രകാരം നമുക്ക് മിഹിറിന്റെ കത്ത് ഇവിടെ എഴുതാവുന്നതാണ്. देखिए बच्चों, यदि परीक्षा में मिहिर के नाम मोरपाल का पत्र तैयार करने के लिए प्रश्न पूछेंगे तो हम वो पत्र किस प्रकार तैयार करेंगे? ഇപ്പൊ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ മിഹിറിന്റെ പേരിൽ മോർപാൽ എഴുതുന്ന കത്ത് തയ്യാറാക്കുന്നതിന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു കത്ത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാനായിട്ട് സാധിക്കും? देखिए सवाल तो शायद इस प्रकार होंगे. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം ഒരുപക്ഷെ ഇപ്രകാരമായിരിക്കും ചോദിക്കുക. मान ले अपना स्कूल छुटवा दिया जाने के बाद मोरपाल मिहिर के नाम एक पत्र लिखता है. അപ്പോ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചതിന് ശേഷം 8ാം ക്ലാസ്സിൽ വെച്ച് തന്റെ ആ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചതിന് ശേഷം മോർപാൽ തന്റെ സുഹൃത്തായ മിഹിറിന് ഒരു കത്ത് എഴുതുകയാണ്. മോർപാൽ കാ സംഭാവിത് പത്ര ലിഖെ, മോർപാൽ എഴുതാനിടയുള്ള ആ കത്ത് ഒന്ന് ഇമാജിൻ ചെയ്ത് എഴുതുക. ഇത്തരത്തിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. तो हम मोरपाल का पत्र कैसे तैयार करेंगे? അപ്പൊ അങ്ങനെയെങ്കിൽ മോർപാലിന്റെ ആ കത്ത് നമുക്ക് എപ്രകാരം തയ്യാറാക്കാൻ സാധിക്കും? देखिए यहाँ भी हमें पहले पत्र लिखने वाले का स्थान और पत्र लिखे हुए तारीख की सूचना देना है. അപ്പൊ ഇവിടെയും നാം ആദ്യം ആ കത്ത് എഴുതിയ ആളിന്റെ സ്ഥലവും അതുപോലെ തന്നെ ആ കത്ത് എഴുതിയ ഡേറ്റും സൂചിപ്പിക്കാവുന്നതാണ്. यहाँ मोरपाल के स्थान की सूचना नहीं है. അപ്പൊ ഇവിടെ മോർപാലിന്റെ സ്ഥലം ഏതാണ് എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. അതാ ഹം ലിഖ് സക്തേ ഹെ സ്ഥാൻ, അതുകൊണ്ട് നമുക്കിവിടെ എന്തു മാത്രം എഴുതിയാൽ മതി? സ്ഥാൻ എന്ന് മാത്രം അവിടെ എഴുതി വെച്ചാൽ മതി. ഫിർ താരീഖ് ലിഖ്നാ ഹെ, അപ്പൊ അതിനുശേഷം നമുക്ക് ഒരു ഡേറ്റ് എഴുതാവുന്നതാണ്. ആ കത്ത് എഴുതുന്ന ഡേറ്റ് ആണ് എഴുതേണ്ടത്. യഹാം ലിഖാ ഹെ 25 ജൂൺ 2000 ജൂൺ മാസം 25-ാം തീയതി. പരീക്ഷ മേ ഹം കിസി ഭി താരീഖ് ലിഖ് സക്തേ ഹെ. കഴിഞ്ഞ എല്ലാ കത്തിലും ഞാൻ പരാമർശിച്ചതാണ്, പരീക്ഷയ്ക്ക് നമുക്ക് ഈ ഡേറ്റ് തന്നെ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഡേറ്റ് നാം അവിടെ നൽകിയാൽ മതിയാകും. ആകെ ഹമേ സംബോധൻ ലിഖ്നാ ഹെ, അപ്പൊ ഇനി നാം എന്താ എഴുതേണ്ടത്? ഈ കത്തില് ഒരു സംബോധനയാണോ രേഖപ്പെടുത്തേണ്ടത്? സംബോധൻ കി രൂപമേ ഹം ലിഖ് സക്തേ ഹെ, ഇവിടെ നമുക്ക് ഒരു അഭിസംബോധനയായിട്ട് ഇപ്രകാരം രേഖപ്പെടുത്താവുന്നതാണ്. പ്രിയ മിഹിർ, പ്രിയപ്പെട്ട മിഹിറിന്. इसके बाद पत्र का कलेवर लिखना है. അപ്പൊ ഇതിനുശേഷം നാം ആ കത്തിന്റെ ഉള്ളടക്കമാണ് എഴുതേണ്ടത്. ആ ഉള്ളടക്കത്തിന്റെ ആരംഭത്തിൽ ഇപ്പൊ മറ്റു കത്തുകളുടെ തുടക്കത്തിൽ നാം എഴുതിയ അതേ സെന്റൻസുകൾ തന്നെ നമുക്ക് ഇവിടെയും എഴുതാവുന്നതാണ്. തും കേസേ ഹോ, നിനക്ക് സുഖമാണോ? ഘർ മേ സബ് കേസേ ഹെ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? മേഘ ठीक हूं, എനിക്കിവിടെ സുഖമാണ്. कई दिनों से सोच रहा हूं कि तुम्हें एक पत्र लिखूं,
നിനക്കൊരു കത്തെഴുതണമെന്ന് ഒത്തിരി നാളായി ഞാൻ ആലോചിക്കുകയായിരുന്നു. ലേക്കിൻ അഭി സമയമില്ല ഹെ. എന്നാൽ ഇപ്പോഴാണ് സമയം കിട്ടിയത്. और आगे മുഖ്യ വിഷയ കാ ഉല്ലേഖ് ഹോനാ ഹെ. ഇനി നമുക്ക് ആ കത്തില് ആ പ്രധാന വിഷയം എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കാവുന്നതാണ്. യഹാ ഹം ലിഖ് സക്തേ ഹെ. ഇവിടെ നമുക്ക് ഇപ്രകാരം എഴുതാവുന്നതാണ്. യാർ 8വീं के बाद मैं स्कूल आ न सका. പ്രിയ സുഹൃത്തേ, 8ാം ക്ലാസ്സിന് ശേഷം എനിക്ക് സ്കൂളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. अब मैं रोज പിതാജി के साथ खेत मजूरी करता हूं. ഞാനിപ്പോൾ എല്ലാ ദിവസവും എൻ്റെ അച്ഛനോടൊപ്പം കൃഷിപ്പണി ചെയ്യുന്നുണ്ട്. സ്കൂൾ ആനെ കി ഇച്ഛ മേരെ മൻമേ ഹെ. സ്കൂളിൽ വരാനുള്ള അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ലേക്കിൻ ഘർ കി ഹാലത് ഠീക് നഹി ഹെ. എന്നാൽ എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ്. തുമാരി പഠായി കേസി ചൽ രഹി ഹെ. നിന്റെ പഠനം എങ്ങനെ പോകുന്നുണ്ട്? ഹർ ദിൻ ഖാന ഖാത്തെ സമയ തുമാരി യാദേം ആത്തി രഹതി ഹെ. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ക്യാ തുമേ യാദ് ഹെ कि तुम्हारे खाने के डिब्बे का രാജ്മ ചാവൽ മുझे बहुत पसंद था. മിഹിർ, നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ ഭക്ഷണപാത്രത്തിലെ രാജ്മ എന്ന പയറും അതുപോലെ തന്നെ ആ ചോറും മുझे बहुत पसंद था. എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. मैंने जिंदगी में पहली बार രാജ്മ तुम्हारे खाने के डिब्बे में ही देखा था. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ ഭക്ഷണപാത്രത്തിലാണ് രാജ്മ എന്ന പയർ കാണുന്നത്, അല്ലെങ്കിൽ ആ പയർ കൊണ്ടുണ്ടാക്കിയ ആ കറി കാണുന്നത്. വഹാ ഓർ ക്യാ ഖബർ ഹെ. അവിടെ വേറെ എന്തൊക്കെ വിശേഷങ്ങളാണ് ഉള്ളത്? കുച്ചിനെ കുറിച്ച് ലിഖാ കരോ യാർ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കൂ സുഹൃത്തെ. ശേഷ് ബാത്തേം അഗലേ പത്രമേ. മറ്റു വിശേഷങ്ങളൊക്കെ അടുത്ത കത്തിൽ ഞാൻ നിനക്ക് എഴുതാം. और अंत में पत्र के कलेवर की एक समाप्ति भी होना है. ഇപ്രകാരം എഴുതിയതിനു ശേഷം അവസാനം ആ കത്തിന്റെ ഉള്ളടക്കത്തിന് ഒരു കൺക്ലൂഷനും എഴുതാവുന്നതാണ്. യഹാ ഹം ലിഖ് സക്തേ ഹെ. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്രകാരം ഒരു കൺക്ലൂഷൻ എഴുതാവുന്നതാണ്. മാം ബാപ് കോ മേരാ പ്രണാം. അച്ഛനെയും അമ്മയെയും എൻ്റെ അന്വേഷണം അറിയിക്കുക. ചോട്ടെ ഭായി കോ മേരാ പ്യാർ. അനുജന് എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുക. ജവാബ് കി പ്രതീക്ഷാമേ. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഇപ്രകാരം ആ കത്തിന് ഒരു കൺക്ലൂഷനും എഴുതാവുന്നതാണ്. ഇപ്രകാരം എഴുതിയതിനു ശേഷം ആ കത്തെഴുതുന്നയാള് അവസാനം സ്വയം പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. യഹാ ഹം ലിഖ് സക്തേ ഹെ തുമാരാ മിത്ര മോർപാൽ. ഇവിടെ നമുക്ക് എഴുതാവുന്നതാണ് നിന്റെ സുഹൃത്ത് മോർപാൽ എന്ന്. യഹാ നാം കെ സാത്ത് ഹസ്താക്ഷർ ഡാൽനാ ഹെ തോ ഡാൽ സക്തേ ഹെ. അപ്പൊ ഇവിടെ പേരിനോടൊപ്പം ഒപ്പിടണമെങ്കിൽ നമുക്കിവിടെ ഒപ്പും കൂടെ ഇടാവുന്നതാണ്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒപ്പിന് പകരമായിട്ട് ഹസ്താക്ഷർ എന്ന് തന്നെ അവിടെ എഴുതിയാലും മതിയാവും. और अंत में हमें പത്ര പാനെ വാലേക്ക് സൂചന ഭി ദേ സക്തേ ഹെ. അവസാനമായിട്ട് ആർക്കാണോ ഈ കത്ത് ലഭ്യമാകേണ്ടത് അയാളുടെ അഡ്രസ് കൂടെ നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഇവിടെ കത്തിന് താഴെയായി ആ മാർജിനോട് ചേർത്ത് നമുക്ക് എഴുതാവുന്നതാണ് സേവാമേ ടു എന്ന് എഴുതിയിട്ട് മിഹിർ എന്ന പേരും തൊട്ട് താഴെയായിട്ട് പദ എന്ന് എഴുതാവുന്നതാണ്. പദ എന്ന് വെച്ചാൽ അഡ്രസ് എന്നാണ് അർത്ഥം. നമുക്കിവിടെ അഡ്രസ് അറിയാമെങ്കിൽ അഡ്രസ് എഴുതാം, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ പദ എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. देखिए इस प्रकार हम मोरपाल का पत्र लिख सकते हैं. ഇപ്രകാരം നമുക്ക് മോർപാൽ മിഹിറിന് എഴുതുന്ന ആ കത്ത് പൂർത്തീകരിക്കാവുന്നതാണ്. देखिए बच्चों, आज के क्लास में पत्र के 4 नमूनों से परिचित होने का अवसर हमें मिला है. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കത്തിന്റെ 4 മാതൃകകൾ നമുക്ക് പരിചയപ്പെടുത്തുന്നതിന് സാധിച്ചു. अगले क्लास में एक नए विषय को लेकर हम फिर मिलेंगे. അടുത്ത ക്ലാസ്സിന് മറ്റൊരു പുതിയ വിഷയവുമായി നാം വീണ്ടും കാണുന്നതാണ്. ധന്യവാദം.